ഇന്നലെ നിയമസഭാ സമ്മേളനമായിരുന്നു. അന്നേരം PM ശ്രീ ഇഷ്യൂ എൻ്റെ പേരിൽ പിണറായി വിജയനും VD സതീശനും തമ്മിലൊന്ന് കോർത്തായിരുന്നു. അതായത് ED സതീശൻ്റെ തലയിലേക്ക് ഇപ്പോൾ മൊത്തം കുറ്റവും ചാർത്താനാണ് പിണറായി വിജയൻ നോക്കുന്നത്. അതായത് PM ശ്രീ ആയിട്ട് മുന്നോട്ട് പോയത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ള രീതിയിൽ. അതിന് കൃത്യമായി മറുപടി VD സതീശൻ നൽകുന്നുമുണ്ട്. അപ്പം താൻ ചെയ്ത തെറ്റ് ഇപ്പം VD സതീശൻ സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയില്ലേ പിണറായി വിജയൻ? പിണറായി വിജയനും പ്രതിപക്ഷം PM ശ്രീയുടെ ഉത്തരവാദിത്തം യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ ഒരു സിനിമയിൽ മുരളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ എൻ്റെ പഴയ ആ ഒരു ആളെ കണ്ടടോ. അതായത് പിണറായി അല്ലെങ്കിൽ പിണറായിയുടെ ആ ഒരു വീര്യം എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ നിയമസഭയിൽ നടന്നത്. ഈ ഒരു PM ശ്രീയെ കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടെ യു ഡി എഫിനെയും അല്ലെങ്കിൽ അതായത് ഒരു കഴിഞ്ഞ മുഖ്യമന്ത്രി ചർച്ചകളെയും പരിഹസിച്ചുകൊണ്ട് അവിടെ പ്രതിപക്ഷത്ത് നിന്നും ആക്ഷേപം ഉണ്ടായി. അപ്പോൾ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ തിരിച്ച് VD സതീശൻ്റെ വക കൊട്ട് പ്രതിപക്ഷത്തിന് വന്നു. അപ്പോൾ തന്നെ ഉടനെ എഴുന്നേറ്റു പിണറായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൂതിയൊക്കെ വെറും ഇതാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വെറും ഇതാണ് കേട്ടോ, അല്ലാതെ ഇത് ഞങ്ങളെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൊത്തിക്കീറിയതാണ്, അല്ലാതെ CPM അല്ലെങ്കിൽ LDF ഇതുപോലെ തർക്കങ്ങളൊന്നും കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ് പിണറായി വിജയൻ്റെ ആ ഒരു ഗർജനത്തോടെയുള്ള ആ ഒരു പ്രതികരണം. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ മൊത്തത്തിൽ ഇന്നലെ ഒരു മൊത്തം VD സതീശൻ്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വന്നു തോന്നുന്നു. അതായത് BJPക്ക് കീഴടങ്ങേണ്ടി വന്നത് കൊണ്ടാണോ താങ്കൾ ഒപ്പിട്ടത് PM ശ്രീയിൽ? പിന്നെ ചോദിക്കുന്നുണ്ട്, പിൻവലിക്കാനാണോ ഒപ്പിട്ടത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിന് പിണറായി വിജയൻ ഒരു തിരിച്ച് മറുപടി പറയാൻ പറ്റാത്തൊരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ നിലവിലത്തെ മുഖ്യമന്ത്രിയുടെ രണ്ട് ചോദ്യങ്ങൾക്ക് ഈ ഒരു പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അതിന് മാത്രം ഉത്തരം പറയുന്നില്ല, പക്ഷേ എല്ലാ ചോദിക്കുന്ന ചോദ്യത്തിനും വെടിപ്പായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ റീലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം റീലുകളാക്കി ഇടത് സൈബർ ഹാൻഡിലുകളിൽ മാസമായിട്ട് റീലുകൾ റൺ ആവുന്നുമുണ്ട്. പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം ഈ ഒരു ഡൈവേർഷൻ പോവുകയാണ്. അത് എന്തുകൊണ്ട് ഈ ഒരു PM ശ്രീ പദ്ധതി ഒപ്പിട്ടു, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി എന്തുകൊണ്ട് പിൻവലിക്കാൻ നിങ്ങൾ ആദ്യം ശ്രമം നടത്തിയില്ല? ഈ കത്ത് നൽകി അല്ലെങ്കിൽ കത്ത് നൽകിയില്ല എന്നുള്ളതെല്ലാം സെക്രട്ടറിയാണ്. അല്ല, ഈ ഒരു പദ്ധതിയെ പൂർണ്ണമായും നിർത്താൻ എന്തുകൊണ്ട് LDF സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം വാലിഡാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി ഒപ്പിട്ടത് ഈ ഒരു ഫണ്ട് മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന SSK ഫണ്ടായിട്ടുള്ള 1500 കോടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 1500 കോടി കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് ഈ LDF ഗവൺമെൻറ് പോയി ഒപ്പിട്ടത്, അല്ലെങ്കിൽ PM ശ്രീ കരാറിൽ പോയി ഒപ്പിട്ടത് എന്ന് ആർക്കും വിശ്വസിക്കാനാവില്ല. അതിൻ്റെ പിന്നിൽ പല ഗൂഢ ഉദ്ദേശങ്ങളുണ്ടാവും. ഒരു പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ PM ശ്രീ പദ്ധതി ഒരു പക്ഷെ തുടർന്നേനെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു തടസ്സമില്ലാതെ തുടർന്നേനെ ഈ ഒരു മൂന്നാം പിണറായി സർക്കാർ ആയിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കാൻ പ്രതിപക്ഷം ചോദ്യം ചോദിച്ചാൽ അവരെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞും അല്ലെങ്കിൽ അവഹേളിച്ചും ഈ ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ഒരു ചർച്ച തന്നെ അപ്രസക്തമായി പോയേനെ. പിന്നീട് പ്രതിപക്ഷവും BJP ഉയർത്തിയതായിരുന്നു കോൺഗ്രസിൻ്റെ ഉള്ളിലൊരു തമ്മിത്തല്ലുണ്ടെന്ന്. അതായത് അതിനും കൃത്യമായിട്ട് VD സതീശൻ രണ്ടുപേർക്കും കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. അതായത് കോൺഗ്രസ്സിലുള്ളവർക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ടെന്ന് പ്രതിപക്ഷം, അതായത് നമ്മൾ LDFനോട് പറയുന്നത്. അതായത് അവർക്കതിനുള്ള അവകാശം ഇല്ലാത്തതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഈ 35 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത്. തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലോ തുറന്നു പറയാനോ നേതാക്കൾക്കെതിരെ സംസാരിക്കാനുള്ള ഭയം അത് കോൺഗ്രസ്സിൽ ഇല്ലെന്നും കൃത്യമായിട്ട് ആൾക്കാർക്ക് പറയാനുള്ള അവകാശം നൽകിയിട്ടുണ്ടെന്നും VD സതീശൻ പറയുന്നുണ്ട്. അതുപോലെ BJPക്ക് ഇട്ടും കൊട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒത്തൊരുമ കൊണ്ടാണല്ലോ ഈ സീറ്റിൽ ഇങ്ങനെ മുമ്പിലും പുറയിലും ഒക്കെ ഇരിക്കുന്നത് എന്ന രീതിയിൽ എന്തായാലും രണ്ട് പാർട്ടിക്കുള്ള കൃത്യ മറുപടി കിട്ടിയിട്ടുണ്ട് ഇന്നലെ. അതായത് 63 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത്. അതേസമയം 26 25 സീറ്റുകളിലാണ് CPIM-ഉം 3 സീറ്റുകളിലാണ് BJP-യും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു വ്യത്യാസം, വലിയൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഈ VD സതീശൻ പറയുന്നുണ്ടല്ലോ, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ആരും ചോദ്യം ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഈ ഒരു പ്രതിപക്ഷ നേതാവ് പദവിയിൽ ഇരുന്നത് എല്ലാം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചയിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിലും അത് സമവായത്തോടെ തീരുമാനമായി
അദ്ദേഹം അധികാരത്തിലേറുകയും ചെയ്തു. പക്ഷേ ഈ CPM-ന് പ്രതിപക്ഷ നേതാവാകാൻ ആകെ ഒരേ ഒരു മുഖമേ ഉള്ളൂ. അതുമാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ ഭരണ രീതി കൊണ്ടും ജനങ്ങൾ മടുത്തതുകൊണ്ട്, അതുമാത്രമല്ല ആ പാർട്ടി സെക്രട്ടറിയുടെ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിയുടെയും ഈ ഒരു മുൻ മുഖ്യമന്ത്രിയുടെയും പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്താ പറയുക അഹംഭാവം നിറഞ്ഞ ഒരു പെരുമാറ്റങ്ങൾ കൊണ്ടുമാണ് ഈ ഒരു ജനം ഒരു പരിധി വരെ ഇവരെ അകറ്റി നിർത്തിയത്. ആ ഒരു അകറ്റി നിർത്തൽ ഈ CPM പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഫലിക്കുകയും പല ജില്ലാ കമ്മിറ്റികളിലും അല്ലെങ്കിൽ സംസ്ഥാന സമിതികളിൽ വരെ ഇതുപോലെ ആക്ഷേപം ഉയർന്നുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം വലതുപക്ഷ മാധ്യമ സൃഷ്ടികളാണ് എന്നാണ് ഈ ഒരു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. ഇദ്ദേഹം ആകെ വിശ്വസിക്കുന്നത് ദേശാഭിമാനി, കൈരളി, അതുപോലെ റിപ്പോർട്ടർ ചാനലുകളിൽ വരുന്ന ഇടതുപക്ഷ സഹയാത്രികരായ മാധ്യമങ്ങളുടെ വാർത്തകളും കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുവരെയും നേരം വെളുക്കാത്തത്. പിന്നെ അതിൽ കാണുന്ന എഡിറ്റോറിയലുകൾ അല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഈ ക്യാപ്സുകളൊക്കെ വായിച്ച് അത്യാവശ്യം മാസ് ഡയലോഗൊക്കെ അടിച്ചാണ് ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് ഇന്നലെ നമ്മൾ കണ്ടത്. പിന്നെ BJPയുടെ ആ ഒരു കോമ്പിനേഷൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അതുമാത്രമല്ല മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന V. മുരളീധരൻ, ഇതുപോലെ രണ്ട് സീനിയേഴ്സ് ഉള്ളപ്പോൾ ഉണ്ടായിരുന്നിട്ട് കൂടി BB ഗോപകുമാർ എന്ന ചാത്തന്നൂരിൽ നിന്ന് ജയിച്ച MLA-യെ പാർലമെൻ്ററി നേതാവാക്കി. അപ്പോൾ അതിൽ തന്നെ ആ BJPയിലൊരു ഭയങ്കര സഹകരണമാണ്, അതായത് നല്ല സഹകരണത്തിൽ പോകുന്ന പാർട്ടിയാണ് BJP എന്ന് ഒരു കൊട്ട് കൊടുത്തത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കിട്ടേണ്ടവർക്ക് സമാധാനമായി എന്ന് വേണം പറയാൻ. PM ശ്രീ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, PM ശ്രീയിൽ ഇപ്പം ഇനി മുന്നോട്ട് പോയേ പറ്റൂ. നേരത്തെ LDF സർക്കാർ ഒപ്പിട്ടു, അതിന് ഇപ്പം പിണറായി വിജയനും സമ്മതിച്ചിട്ടുണ്ട്, തങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. 1500 കോടി രൂപ കിട്ടാൻ വേണ്ടി ഒപ്പിട്ടതാണ്, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഒപ്പിട്ടതാണെന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് അന്ന് LDF സർക്കാർ തരാത്തൊരു, അതായത് ഇരുട്ടിൻ്റെ മറവിൽ പോയി ഒപ്പിട്ടിട്ട് ജനങ്ങളോട് പറ്റിച്ച രീതിയിലല്ലല്ലോ ഇപ്പോഴത്തെ സർക്കാർ. അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കേന്ദ്രത്തിൻ്റെ നയത്തെ കേരളത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ഒരു മുൻകൈ എടുക്കുമെന്നുള്ള രീതിയിൽ. അതായത് കേന്ദ്രം ഉന്നയിച്ച എല്ലാ വാദങ്ങളും PM ശ്രീയിൽ ഒപ്പിടിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൽ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു PM ശ്രീ പദ്ധതി കരാറിൽ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെ ഈ ഒരു പുതുതലമുറയെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഈ ഒരു ഒളിച്ചുപോയി അല്ലെങ്കിൽ ആ ഒരു കരാർ ഒപ്പിടുന്നതിനെക്കുറിച്ച് ഈ ഒരു പാർട്ടിയുമായിട്ടും സർക്കാരുമായിട്ടും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഗൂഢാലോചനയില്ലേ, ഈ ഫണ്ട് കിട്ടുമെന്ന് വിചാരിച്ച്, അതായത് നല്ലൊരു തുക കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഊന്നൽ നൽകാനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു മറവിൽ നിന്ന് ആലോചിച്ച് നോക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോഴത്തെ തലമുറയെ അടിച്ചേൽപ്പിക്കുന്ന ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്ന രീതിയിൽ അവർ ആലോചിക്കണമായിരുന്നു. അത് ആലോചിക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്.